ബംഗാളിലേക്ക് പോയാൽ അവിടെയും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ആ സംസ്ഥാനം കാതോർക്കുന്നു എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മമതാ ബാനർജി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. കാർത്തിക്, മമതാ ബാനർജി അത് ശക്തമായ പ്രചരണം, BJPക്കെതിരെ ഏറ്റവും വലിയ ആയുധങ്ങൾ എടുത്ത് പോരാടി തന്നെയാണ് മമതയുടെ നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും നിരവധി വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ ഉടനീളം. മോദിയുടെ സാന്നിധ്യമുണ്ട് അവിടെ, തുടർച്ചയായി അമിത്ഷാ നേരിട്ട് രംഗത്തുണ്ട്. അവിടെ ഭരണം പിടിക്കുക എന്നുള്ളത് BJPയുടെ വലിയ ആവശ്യമാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എന്താണ് ബംഗാളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായി രാജ്യം ഉറ്റുനോക്കുന്നത് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 2 ഘട്ടങ്ങളിലായാണ് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യഘട്ടം മറ്റന്നാൾ നടക്കും. ആകെ 294 മണ്ഡലങ്ങൾ, അതിൽ 152 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മറ്റന്നാൾ നടക്കുന്നത്. പതിവിലും കൂടുതൽ പ്രചരണ രംഗത്ത് ശക്തമായ ഏറ്റുമുട്ടലുകൾ BJPയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ നടത്തി എന്നതാണ് ബംഗാൾ രാഷ്ട്രീയത്തെ ഇത്തവണ നിർണായകമാക്കുന്നത്. SIR മുതൽ ഏറ്റവും ഒടുവിൽ വനിതാ സംവരണ ബിൽ വരെയുള്ള കാര്യങ്ങൾ അവിടെ സജീവ ചർച്ചയായി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം നേരിട്ട് അവിടെ പൊതുറാലികളിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ കടകളിലെത്തി അദ്ദേഹം സാധാരണക്കാരുമായി സംസാരിക്കുന്നതടക്കം വലിയ ചർച്ചകളിൽ ഉയർന്നിരുന്നു. എന്നാൽ അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം മമതയുടെ പ്രതികരണം. അങ്ങനെ കൊണ്ടും കൊടുത്തും പ്രചരണ രംഗം സജീവമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവാണ് ബംഗാളിൽ കടന്നു പോകുന്നത്. എന്തായാലും അത് എത്രത്തോളം പോളിംഗിൽ പ്രതിഫലിക്കും എന്നതൊക്കെ ഏറെ നിർണായകമാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്തവണയും ഉള്ളത്. ബ്രാൻഡ് മമത തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഭരണ നിർവഹണത്തിലടക്കം തൃണമൂൽ കോൺഗ്രസിന് സംഭവിക്കുന്ന വീഴ്ചകൾ, ഇതിലൊക്കെ ഊന്നിക്കൊണ്ടായിരുന്നു പ്രചരണ രംഗത്ത് BJP സജീവമായത്. എന്തായാലും ആദ്യഘട്ട പ്രചരണത്തിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും BJPയുടെ കേന്ദ്ര നേതാക്കൾ തന്നെ ബംഗാളിൽ സജീവമായുണ്ട്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ റാലികളിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകും. സ്വാഭാവികമായും വനിതാ സംവരണ ബിൽ അടക്കമുള്ള കാര്യങ്ങൾ ഊന്നിയുള്ള വിമർശനങ്ങളും റോഡ് ഷോകളുമൊക്കെ തന്നെയാവും അവസാന മണിക്കൂറുകളിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കളറാക്കുക. ഏതായാലും ബംഗാളും തമിഴ്നാടും നിർണായക ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നിർണായകമായ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.